പേടിയുള്ളൊരു വീഡിയോ കാണരുത്. അങ്ങനെ പേടിക്കുന്നവർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും പറ്റിയ വീഡിയോ ഒന്നുമല്ല. കാരണം അത്ര ധൈര്യമുള്ളവർ മാത്രം കളിക്കുന്ന ഒരു കളിയാണ്. 60-62 കുതിരകളുണ്ട് അല്ല മച്ചാനെ. അത് 2 ദിവസം മുമ്പ് ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് ടെന്റൊക്കെ അടിച്ച് 4 ദിവസം വന്ന്. അപ്പൊ ഈ ഒരു മത്സരത്തിൽ കുതിരപ്പുറത്തുനിന്ന് വീഴും, കുതിര വീഴും, ആള് വീഴും, കുതിരയുടെ ചവിട്ട് കൊള്ളും, അടി കൊള്ളും. അങ്ങനത്തെ ഒരു പ്രത്യേകതരം വീഡിയോയാ. ഇതിന്റെ ഇടയിൽ ഇതൊക്കെ സഹിച്ച് വെയിലും കൊണ്ട് നിന്നിട്ട് ഒരു ഓട്ടാണ്, ആ ഒരു മത്സരമാണ്. അപ്പൊ ഇത് കാണുന്നവർ ധൈര്യമുള്ളവർ മാത്രം കണ്ടാ പോരാ. ഉറപ്പായിട്ടും ഇതുപോലുള്ള ആളുകളുടെ ഒരു ഗെയിമാണിത് അല്ലെ. നമ്മുടെ കുതിരയുടെ പേരെന്താ? മാണിക് ഭാഷ. അതായത് ഏറ്റവും സെക്കൻഡ് കുറഞ്ഞ വേഗത്തിൽ ഓടുന്ന കുതിരക്ക് കിട്ടുന്ന കപ്പ്. ഇത് കപ്പ് മാത്രമല്ല ട്ടാ, ഇത് നമ്മുടെ ഒരു എന്താ പറയണേ, ഒരു ക്രേസാണ്. ദിവസങ്ങളായിട്ടുള്ള മെനക്കെടും കൂടിയാണ് ഇത്. ദിവസങ്ങൾ ഇത് ഈ റേസിന് വേണ്ടിട്ട് കുറെ ദിവസങ്ങൾ ഇതിനായിട്ട് മെനക്കെട്ട് ഇതെന്താ ഒരു ഓട്ടം കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ എല്ലാവരും ഇപ്പൊ പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ട് വരുന്നത്. അതെ, നിങ്ങളുടെ മലബാർ ഹോഴ്സ് റൈഡേഴ്സ്. അതായത് ഒരു ഗ്രാമം തന്നെ ഒരു കുതിരയുടെ പിറകെ പോരൂ എന്ന് പറഞ്ഞില്ലേ? നിങ്ങളൊരു ഗ്രാമത്തിൽ പെട്ട നമ്മള് കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളുള്ള എല്ലാരും ഉണ്ട്. ഈ മൊട്ടത്തലേനൊക്കെ മലബാറിൽ പെട്ടാണോ? പാലക്കാട് ജില്ല. ഞാൻ ഒന്ന് പറയട്ടെ, തൃത്താല മത്സരമൊക്കെ നടക്കാണ്. അടിപൊളി ഗ്രാമമാണ് തൃത്താല ഗ്രാമം. ഞാൻ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരുവനന്തപുരം മുതല് കാസർഗോഡ് വരെയുള്ള ആളുകള് ഈ ഒരു മത്സരത്തില് ഈ ഒരു എന്താ പറയണേ, ഒരു ഉത്സവത്തില് പങ്കെടുക്കാണ്. ഇവിടെ മാഷിന് തന്നെയാണ് ചാർജ്. അതെ അതെ അല്ലെ, എവിടെ റേസിംഗ് എടുത്താലും മാഷ് ഉണ്ടാവും. മാഷ് എന്നല്ല, ഞങ്ങൾ ടീമാണ് ഇതിന്റെ മൊത്തമായിട്ടുള്ളത്. മൊത്തം ഉണ്ടാവും. എവിടുന്ന സ്റ്റാർട്ട് ചെയ്യണേ? നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ സെൻസർ ഇവിടെ വെച്ചുള്ള ഈ ലൈനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുതിരക്ക് നമുക്ക് അവിടെ അത് ആ ലൈൻ, നമ്മളെ ഒരു ബാക്കിലുള്ള ആ ലൈൻ വെച്ചാണ് ആ റൗണ്ടിനാണ് നമ്മൾ കുതിര സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് 300 മീറ്റർ ആണ്. അതെ, 300 മീറ്റർ ട്രാക്കിലാണ് നമ്മൾ ഈ വർഷം. ഇതാണ് സെൻസർ. അതെ, സെൻസർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതെ ടൈമിംഗ് ഇതേപോലെ. അതെ അതെ, കാരണം ആർക്കും ഒരു സംശയത്തിന് ഇട വരാതെ, കാരണം അവരുടെ ടൈമിംഗ് അവിടെ തന്നെ ഡിസ്പ്ലേയില് ഇതാവും. നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ട്, ഒരു സംശയം വരരുത്. ഈ റൈഡ് ചെയ്യാൻ പോകുന്ന ആള് കാവേരി ആന, ഏറ്റവും ഫേമസ് ആയ ആനയാണ്, പിടിയാനയാണ് കാവേരി ആന. ആ ആനയുടെ ഓണറായ ഷിമിലാണ് കേട്ടോ. ഷിമിലാണ് ഈ റൈഡ് ചെയ്യുന്നത്. പാത്തു, എല്ലാവരും കാത്തു നിൽക്കണ പാത്തു ആണ്. പാത്തു പലപ്പോഴും പ്രൈസുകൾ എടുത്തേക്കണ കുതിരയാണ്, അതിന്റെ ജോക്കിയോ. അതെ, അപ്പൊ പാത്തുവിനെ കാത്താണ് പലരും നിൽക്കുന്നത്. പാത്തുവിനെ കണ്ടിട്ടുണ്ടോ? അപ്പൊ പാത്തുവിനെ എല്ലാവരും അറിയും കേട്ടോ. കൊച്ചു കുട്ടികളുടെ മെയിൻ ഒരു ഐറ്റാണ് പാത്തു. നല്ല വെയിലാണ്, കടുത്ത വെയിലാണ്. കടുത്ത വെയിലും ആളുകൾ കാണാണ്. എല്ലായിടത്തും ചുറ്റിലും ആളുകളാണ്. വയലാണ്, വയലിന്റെ അപ്പുറം നല്ലൊരു മലയാണ്. എന്തായാലും നമ്മുടെ പാത്തു കടന്നു വന്നിട്ടാ. പാത്തുയുടെ റൈഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്താണ്. കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലത്തും റൈഡിങ് ഉണ്ടായാലും പാത്തു പങ്കെടുക്കും. പാത്തു ഫസ്റ്റ് റൗണ്ടിൽ എത്ര ഓടിയ? 21-7-7 ഫസ്റ്റ് റൗണ്ടിൽ ഓടിയ. അതിനേക്കാളും കുറച്ചും കൂടെ മെച്ചപ്പെടും എന്ന് തന്നെയാണ് ഒരു വിശ്വാസം. പാത്തു വരും. പാത്തു ഓട്ടക്കാരിയാണ്, ചില്ലറക്കാരിയല്ല. പാത്തു പണ്ടേ ഒരു ചാട്ടക്കാരി അല്ല മച്ചാനെ. പാത്തുവിന്റെ മേളിൽ കയറി. പയ്യനാണ് കേട്ടോ റൈഡ് ചെയ്യണത്. പയ്യൻ 12 ചെസ് നമ്പർ. ഇത്ര മടി എല്ലാവരും ഓടി. പ്രസവിച്ചിട്ടുള്ളൂ? എത്ര മാസമായി? 2 മാസമായിട്ടുള്ളൂ. തുമ്മത്തോടെ പാത്തു കയറിപ്പോയി. പാത്തു പിണങ്ങി കാണും. അതിനെ കൊണ്ടുവരും, ഇപ്പൊ തന്നെ കൊണ്ടുവരും. അതിന്റെ പിണക്കം കുൽസുമാണ് വരുന്നത്. കുൽസു നല്ല ഭംഗിയല്ല, കുണുങ്ങി തന്നെ. കാല് നിവർത്തി വയ്ക്കും. മസിൽ കയറി കാല് നിവർത്തി വയ്ക്കും.
കുൽസു വേറെ ലെവലാണ്. ആഹാ കുൽസു ഓടി. നീ അല്ല പാത്തുവിനെ ട്രെയിൻ ചെയ്യിക്കുന്ന ആള്. എന്ത് പറ്റി? അടുത്തേല് ഓടും. ട്രെയിൻ ചെയ്യിച്ചത് നീയല്ലേ? ആ അടുത്തേലായിക്കോളും. പിന്നെന്താ? പാത്തു കഴിഞ്ഞിട്ട് കുൽസു വന്നു. കുൽസു കഴിഞ്ഞിട്ട് പരീക്കുട്ടി വന്നു. പരീക്കുട്ടിയാണ് ഇപ്പൊ അടുത്ത് റെഡി ആയിക്കണം. പരീക്കുട്ടി ഇത് അവിടെ നിന്ന് വരണുണ്ട് കേട്ടോ. ഒന്ന് നോക്കിക്കോ. പരീക്കുട്ടിയാണ് ഇത് അവിടെ നിന്ന് വരാൻ പോകുന്നത്. പാത്തു കുൽസും കഴിഞ്ഞ് പരീക്കുട്ടി. കുൽസു എത്രയാ ടൈം എടുത്തേ? കുൽസു ആ അത് എടുക്കും. അമ്മാതിരി പോക്കായിരുന്നു. ഇതേ പോകും. പരീക്കുട്ടി പരീക്കുട്ടി പരീക്കുട്ടി. ആ അവന് ഇവിടം വരെ പതിയെ വന്നിട്ട് ഇവിടുന്ന് അവിടെ കൊടുത്തു. അവൻ യഥാർത്ഥ പരീക്കുട്ടിയാണ്. അവന് കറുത്തമ്മേനെ കിട്ടിയാൽ മതി. പാത്തുവിനെ ഇപ്പൊ കൊണ്ടുവരും. അവന്റെ ടൈം ഒന്നും അറിയട്ടെ. ഇപ്പൊ അറിയാൻ പറ്റും. പരീക്കുട്ടി 19. അടിപൊളി. കേരളത്തിൽ നിന്ന് വീണ്ടും ഒരു 19 വന്നേക്കാം. ഇതുവരെ നമ്മുടെ തമിഴന്മാരായിരുന്നു മുന്നിൽ നിന്ന്. എന്തായാലും നമ്മുടെ കേരളീയർക്ക് വീണ്ടും കയറി വന്നേക്കാം. കേറട്ടെ അല്ലേ? അടിച്ച് കേറട്ടെ, അങ്ങോട്ട് കേറട്ടെ. ആ വാനയുടെ സിംബയാണ് കേട്ടോ അവനെ. സിംബ 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 സിംബ. ആഹാ കേറൂല. എത്ര ടൈം വരും അത്? ആവാനയുടെ ഒന്നല്ലധികം കുതിരകളുണ്ട്. 21 പറയണേ. നമുക്ക് നോക്കാം എത്ര വിളിച്ചു പറയണെന്ന് അറിയാം. ആവാനയുടെ ആളുകൂടിയാണ് മാഷ്. മാഷിനൊന്നും ചെയ്യാൻ പറ്റില്ല കുതിര ഓടാതെ. സെൻസറാണ് കംപ്ലീറ്റ്. 22. പൊള്ളാച്ചിയുടെ മണിമുത്താണ് റാസക്കുട്ടി. റാസക്കുട്ടി എടുക്കാത്ത കപ്പുകളില്ല. എവിടെ പോയാലും 3-1 കപ്പ്. 3 സ്ഥാനങ്ങളിൽ ഒരു സ്ഥാനം റാസക്കുട്ടിയാണ്. റാസക്കുട്ടിയുടെ ആളുകളാണ് കേട്ടോ ആ ഒന്ന് നിൽക്കുന്നത്. തമിഴനാണ്, പൊള്ളാച്ചിക്കാരിയാണ് റാസക്കുട്ടി. എവിടെ ചെന്നാലും കപ്പെടുക്കും. കേരളത്തിലായാലും കേരളത്തിന്റെ പുറത്തായാലും. റാസക്കുട്ടി ഇവിടെ എത്ര അടിക്കും നമുക്ക് നോക്കാം. മച്ചാമരെ പറ, എത്ര അടിക്കും? 19. റാസക്കുട്ടി എങ്ങനെയുണ്ട് പോണ പോക്ക് കണ്ടിട്ട്? 19 അടിക്കും. നോക്കാം, നമുക്ക് നോക്കാം. അവിടെ എത്താറായിട്ടില്ല, പോയിട്ടിരിക്കണുള്ളൂ. എന്തായാലും ഇപ്പൊ പറയും 19 വരുവാ. ഇവിടെ നിന്നിട്ട് നമുക്ക് സ്ക്രീൻ കാണാൻ പറ്റും. 19 അതാണ് റാസക്കുട്ടി. അങ്ങനെയാണ് ഇന്ന് റേസിംഗിൽ വിജയിക്കുന്നവർക്ക് കൊടുക്കാനുള്ള കപ്പല്ലേ ഇരിക്കണേ. ഏകദേശം എത്ര കപ്പ് ഉണ്ടാവും? ഒരുപാടുണ്ടല്ലോ. 15 പ്രൈസ് വരെ സമ്മാനം കൊടുക്കും. അതുണ്ടല്ലേ. ഇതിന്റെ ഹൈറ്റ് എത്ര ഉണ്ടാവും? മച്ചാനൊന്ന് അടുത്തിന്നേ. 8 അടി ഹൈറ്റ് ആണ്. 8 അടി ഹൈറ്റ് ആണ്. എന്താ മച്ചാൻ ഏതാണ്ട് 6 അടി ഉണ്ടല്ലേ? 8 ഉണ്ട്. ഫസ്റ്റ് കിട്ടുന്ന ആൾക്കാരോട് കൊടുക്കൂ. ഇത് സെക്കൻഡ് അല്ലേ? നിങ്ങളുടെ റൈഡിംഗ് ക്ലബിന്റെ പേര് സൂപ്പർ സോണിക് ദുബായ് പൊടിയാണ്. Okay, next one, 41 Saka, Jokini, Shahil Hamid, Woods Honor, Power Riders, Pandikadinde, Saka ആണ് അടുത്തതായി ട്രാക്കിൽ ഇറങ്ങാൻ പോകുന്നത്. ഐഫാക്കെ എന്താ കുതിരയുടെ നമ്മുടെ പേര്? നമ്മുടെ ജോക്കിയുടെയാ? നമ്മുടെ ഉറുമിയല്ലേ ഇരിക്കണേ? എങ്ങനെയുണ്ട് ഉറുമി? കേറുവോ? നല്ല ടെൻഷൻ ഉണ്ടല്ലോ. എത്ര ദിവസത്തെ പ്രാക്ടീസ് ഉണ്ട്? സ്ഥിരം തന്നെയാണ് പരിപാടി.
ഫായിയാണ്, ബ്ലോഗറും കൂടിയാണ്, ഫാർമറും കൂടിയാണ് കുതിരയുടെ. ട്രെയിനറാണ്. ഉറപ്പാണ്. അതാണ് ഫായി ഓടിച്ച കയറും. സ്റ്റാർട്ടിങ് ആണ്. ഇവിടുന്ന് സ്റ്റാർട്ടിങ് ആണ്. പെരിന്തൽമണ്ണ ഇതായിരുന്നു ഫസ്റ്റ് അല്ലേ? ഇതിപ്പോ എത്ര വരും? നിലമ്പൂര് എത്ര വരും ടൈം? 20. അനസാണ് വന്നത്. 100. പെരുമ്പാവൂരുകാരനാണ് സിദ്ദിഖ. ഇത് എവിടെ ഇപ്പൊ പ്രൈസ് എടുത്തേക്കണ ഈ കുതിര? കാളവയലില് മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയ കുതിരയാണ്. ഫസ്റ്റ് കിട്ടിയേക്കണ കുതിരയാണ്. അനസാണ് കേട്ടാ ഓടിക്കുന്നത്. പ്രതീക്ഷ ഉള്ളതാണ്, എല്ലാവർക്കും പ്രതീക്ഷ ഉള്ളതാണ്. പ്രതീക്ഷയോടെ നിൽക്കണയാണ്. നല്ല പ്രതീക്ഷയാണ്. അത്യാവശ്യം സ്പീഡ് ഉണ്ടെന്നുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് സെക്കൻഡിൽ അറിയാൻ പറ്റുള്ളൂ. 17, 18, 19, 20, 20.9. കുഴപ്പമില്ല. തരക്കേടില്ല കേട്ടോ. മച്ചാന്റെ കുതിരയാണ് വന്നേക്കണത്. മച്ചാന്റെ കുതിരയുടെ പേരെന്താ? ദുൽദുല്. കുതിരയുടെ പേര് ദുൽദുല്. അപ്പൊ അതാണ് ഇപ്പൊ ഓടാൻ പോകുന്നത്. മച്ചാന്റെ ടെൻഷൻ എത്ര സെക്കൻഡ് ആയി എന്നുള്ള. എത്ര സെക്കൻഡ് ആയി അറിയാൻ പറ്റിയിട്ടില്ല അല്ലേ? ഇപ്പൊ അറിയാൻ പറ്റൂട്ടോ. അവിടെ 19, 20, 21, 21.7 അല്ലേ?